ഇന്ന് സർവൈവൽ വേൾഡ് കളിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ വേൾഡ് എൻ്റെ കൈ തട്ടി അറിയാണ്ട് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ 1v1 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് നോ ആർമർ, പിന്നെ കൈ വെച്ചിട്ട് ഫിസ്റ്റ് വെച്ച് അടിച്ച് 1v1 കളിക്കും. പിന്നെ അങ്ങനെ ലെതർ ആർമർ, ചെയിൻ ആർമർ, അങ്ങനെ ഓരോരോ ആർമർ സ്റ്റെപ്പായി പോവും. അങ്ങനെയാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ഗായ്സ് കുറേ ആയി കാണിക്കണം വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ കാണിക്കാം. എന്നെ നോക്ക്. ഇത് ഇവന്റെ മുഖമല്ലേ ഗായ്സ്? കാണിക്കില്ല നീ കാണിക്കില്ല അല്ലേ? കാണിക്കി ആദ്യം മറ്റേ കാണിക്കാം. രണ്ട് ഞാൻ അറിയാം. നേരെ കാണിക്കും. ഇവൻ്റെ മുഖമല്ലേ? ഇതിൻ്റെ അടിയിൽ വേറെ മുഖം കൂടി ഇല്ല ഇവനക്ക്. ഇതിന് രണ്ട് മുഖമുണ്ട്. കണ്ടില്ലേ ഗൈസ്? പ്രേതമാണ്. ഇവന് രണ്ട് മുഖമുണ്ട്. അതവൻ ചത്തു. ഞാൻ പറഞ്ഞ കേട്ടില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പ്രേതമായിരുന്നു. നമുക്ക് കറക്റ്റ് ആ ബെഡിൽ ചാടാൻ പറ്റുമോ നോക്കാം. 45 ബ്ലോക്ക് ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ ചാവും. 45 കാട്ടി കുറച്ചുള്ളൂ ഗൈസ് ഈ സ്ഥലം ഹൈറ്റ്. നമ്മ അങ്ങനെ പോവും. അയ്യോ ഗൈസ്, ഞാൻ പ്രേതമൊന്നുമല്ല, അത് എൻ്റെ ടാറ്റു ആണ്. മുഖത്തിൻ്റെ വേറൊരു മുഖം ടാറ്റു അല്ലേ? ശരി നമുക്ക് പറന്ന് പോണം. പറന്ന് നീ പറക്കണ്ട. നമ്മ അങ്ങനെ മുകളിലെത്തും. നീ നടന്നിട്ട് പോകും. നിനക്ക് നടന്നു പോകാനൊന്നും പറ്റില്ല. നമ്മൾ സ്റ്റെപ്പൊന്നും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ക്ലാസ്സില്ല, അതെടുത്ത് ഒക്കെ എപ്പോൾ തന്നെ പറഞ്ഞു. ശരി ഞാൻ മുകളിലെത്തിയിട്ട് കാണിക്കാട്ടോ ഗൈസ്. ഹലോ ഗൈസ്, ഇപ്പൊ കളി തുടങ്ങാൻ പോവാണ്. ഓക്കെ, 3, 2 ഫസ്റ്റ് ബിൽഡ് 3, 2, 1 സ്റ്റാർട്ട്. ഈ ഗ്ലാസ് കാണാൻ എടുക്കണ്ടായിരുന്നു. അടിയുണ്ടാക്കാം. ഓക്കെ, തുടങ്ങി. ഇതാണ് ഞാൻ ഗ്ലാസ് എടുക്കാൻ പറഞ്ഞു. വേഗത്തിൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. കൈ വെച്ച് വേഗം പൊട്ടും. അതത് പക്ഷെ അതിനൊക്കെ ഒരേ ഡാമേജ് തന്നെ. ഇതിന് ഷാർപ്പ് പ്രോസസ്സും കൂടുതലാണ്. അതൊന്നും പറ്റില്ല. കളി തുടങ്ങിയതാണ്. ഫസ്റ്റ് റൗണ്ടാണ് കേട്ടോ ഗൈസ്. ഫസ്റ്റ് റൗണ്ട് തന്നെ. പക്ഷേ ഇത് ലാഗ് അടിക്കാൻ. അതൊന്നും പറയാൻ പറ്റില്ല. കളി തുടങ്ങിയതാണ്. നമ്മൾ ജയിച്ചു ഗൈസ്. നമ്മൾ ജയിച്ചു. അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ കാണാം. അപ്പൊ ഞങ്ങൾ റൗണ്ട് 2 തുടങ്ങി. റൗണ്ട് 2 അപ്പൊ 3, 2, 1 ബിൽഡ് ചെയ്യും. പിന്നെ ബോയൊന്നുമില്ല, ജസ്റ്റ് സോഡ് മാത്രം. സ്പീഡ് പറ്റിയില്ല. ഈ കളി നമ്മ കൊണ്ടുപോകും. ഉറപ്പാണ്. ഈ കൊണ്ടുപോകണ്ട. ഈ കളി നമുക്ക് കൊണ്ടുപോകും. നേരത്തെ ലാഗ് ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ നീ ചത്തുണ്ടാവും. അതല്ല. തേർഡ് റൗണ്ട്. അപ്പൊ നമ്മുടെ റൗണ്ട് 4 ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. റൗണ്ട് 4 അല്ല, അതിന് ഞാൻ തോന്നും.
നീ ഹീലായിട്ട് ഫൈറ്റ് തുടങ്ങുള്ളൂ. പക്ഷെ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ബിൽഡ് ചെയ്യാൻ പറ്റില്ലെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ സ്പീഡ് ബിൽഡ് കണ്ടാന്തല്ലോ എല്ലാവരും നട്ടുമാ. ഞാൻ തോന്നും. പിന്നെ ബെഡ് റോക്ക് ആയതുകൊണ്ട് നീ എന്തിനാ അത്ര ഹൈറ്റിലേക്ക് പോണ്? നീ എന്തിനാ അപ്പം അത്ര ഹൈറ്റിൽ പോണ്? എനിക്ക് പോകാൻ തോന്നിട്ട് അപ്പം എന്ത്? അപ്പം ഞാനും പോവും. സ്റ്റാർട്ടായിട്ടാ. അവൻ ഞാൻ ചാടി വരുമ്പോൾ അടിക്കും. ഇതിൽ ചാവുമ്പോ എനിക്ക് പേടിയാണ്. ഇതിൽ ചാവുമ്പോ എനിക്ക് പേടിയായിരിക്കും. ചാവുമ്പോ പേടിയല്ലേ? ഇതിൽ നീ ചാവും എനിക്ക് ബോധ്യമായി. ചാവുമ്പോഴല്ലേ നമുക്ക് നോക്കാം. ഞാൻ ചാവില്ല. എൻ്റെ അടുത്ത് കമ്മിയാട്ടാ. ഇങ്ങനെ ഞാൻ താഴെ കൊണ്ട് ചാവ്. ഇത് നീ എന്നെ അടിച്ചു വിടുന്ന താഴെ ഇട്ടു എന്നിട്ട് കൊന്നു. ഞാൻ റീമാച്ച് പറയുമ്പോ അത് ഞാനായിട്ട് താഴെ വിളിച്ചെത്താണ്. അല്ലാണ്ട് നീ എന്നെ ഒരടി പോലും അടിച്ചിട്ടില്ല. അപ്പൊ ആരെങ്കിലും ഒരാളിനെ ഒരടിങ്കിലും അടിക്കണം ആ കളിയിൽ. എന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. അടിക്കാണ്ട് ഒരു തവണ അടിച്ചാൽ മതി. പിന്നെ റീമാച്ച് ഉണ്ടാവില്ല. അതോ ഒരു തവണ കൂടി അടിക്കാണ്ടാണ് വെച്ചാൽ റീമാച്ച് ഉണ്ടാവും. റീമാച്ച് ഉണ്ടാവും. എനിക്ക് അത്ര ബുദ്ധിയില്ലാണ്ട് കളിച്ചാൽ എൻ്റെ അടുത്ത് ബ്ലോക്കൊക്കെ തീർന്നു. കളി തുടങ്ങി. ഒരു മിനിറ്റ് കളി തുടങ്ങി. ഇനി ബ്ലോക്കില്ല. ബ്ലോക്ക് തീർന്നു എൻ്റെ അടുത്ത്. ഈ കളി ഞാൻ തോക്കും. കളി നീ തോക്കും എന്നല്ല. ചാടാ ചാടാൻ പോകുന്നത്. ഞാൻ അറിയാണ്ട് അടിച്ചോട്ടാ. ഞാൻ അറിയാണ്ട് അടിച്ചോ. ബ്രെഡ് ഇതാ പറഞ്ഞു വരുന്നു. എനിക്ക് ബ്രെഡ് കിട്ടിയിട്ടില്ല. നിന്റെ സ്റ്റോണൊക്കെ ഇവിടെ കളഞ്ഞോ? എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ബ്രെഡ് നിന്റെ ബ്രെഡാണോ അത്? എൻ്റെ അല്ല. അല്ല ഇത് നിന്റെ ഉണ്ടാ നീ ബ്രെഡ് എൻ്റെ പിക്കാസോടെ. അതാ എൻ്റെ പിക്കാസ് എനിക്കൊന്നും അറിയില്ല. ഈ കളി ഞാൻ ജയിക്കണ്ട. നീ അപ്പോഴും എന്നെ ജയിപ്പിച്ച് വിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ അവസ്ഥ വന്നിട്ടുണ്ടാവില്ല. ജയിപ്പിച്ച് വിടാൻ പറ്റില്ലേ? അതാണ് പറ്റാത്തത്. അതങ്ങനെ പറ്റില്ല. എൻ്റെ ഹീലായ എൻ്റെ കൊപ്പളം ഇല്ലാണ്. എനിക്ക് ഒരടി കൂടി കിട്ടിയിട്ടില്ല. കളിയൊക്കെ ഒപ്പളം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കളി സ്റ്റാർട്ടായി. ഓനോ ബ്ലോക്ക് അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ബ്ലോക്കൊക്കെ താഴെ കൊണ്ട് തീരില്ലേ? താഴെ കൊണ്ട് അതിനുള്ള തീരും. നീ പൊട്ടിക്കുന്ന ബ്ലോക്കൊക്കെ താഴെ വീണു. ഞാൻ പൊട്ടിക്കുന്ന ബ്ലോക്കൊക്കെ എനിക്ക് തന്നെ കിട്ടുന്നത്. അമ്മ ഈ കളി ജയിക്കുന്നു. അപ്പം ഞാൻ ഒരടി അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതെൻ്റെ മിസ്റ്റേക്കല്ല. ഞാൻ ചത്തില്ലല്ലോ. That is not my problem. എൻ്റെ ഹെൽത്ത് കമ്മിയാണ്. അത് ഞാൻ വേണ്ട കാര്യമല്ല. ദാറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം. എന്നാ വാ. പണിയിട്ട് അടിക്കടിക്കടിക്കേ
അടിച്ചിട്ടില്ല. ഒരു കാട്ടി നീ ചത്തിട്ടില്ല ഒരു കാട്ടിൽ രക്ഷപ്പെട്ടു. നീ ചത്തിട്ടില്ല. എനിക്കവനെ കൊല്ലണം. പിന്നെ ആരായിരുന്നു ഇവിടെ ഉള്ളത്? ചോദിക്കുന്നു നമ്മളിക്ക് പോകും. നിന്റെ തന്നെ അത് ബോളിൽ പോകാൻ പറഞ്ഞപ്പോ നിനക്ക് എൻ്റെ ബ്രെഡ് ഇവിടെ തെറിച്ചതാ. മഴ പോലെ എന്തൊക്കെയൊക്കെ വീണു. ഞാനിപ്പോൾ മോളിൽ പോകാൻ പറഞ്ഞു. ഉണ്ടല്ലേ നീ ഇപ്പം ചത്ത്? അതുപോലെയല്ലേ നീ നേരത്തെ സ്ലിപ്പായി താഴെ വീണ്. അതുകൊണ്ടല്ലേ നീ ചത്തത്. നീ ഒരാളുടെ ഉള്ളി അടിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കതിൻ്റെ കുഴപ്പമില്ല. വീണ്ടും ഇതേപോലെ പോയി കഴിഞ്ഞാൽ ഞാനായിരിക്കും പോറാ. അപ്പോഴേ ഞാൻ ജയിച്ചത് നീ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവസ്ഥ വരില്ലായിരുന്നു. എൻ്റെ ആണെന്ന് നീ ഒരു ഡാമേജ് കൂടി തന്നിട്ടില്ല. നീയും നിൻ്റെ ആകുമ്പോഴൊക്കെ നല്ല ഡാമേജ് കൊടുത്താൽ കളി സ്റ്റാർട്ടായി. വാ, ഇനി മുതൽ താഴെ ഇങ്ങനെ പോയ കളി നീണ്ടുപോകും. അതുകൊണ്ട് ഇനി മുതൽ താഴെ വീണാൽ കൂടി ആരിൻ്റെ അടി കൊണ്ട് താഴെ വീണാൽ കൂടി ചത്തു. അത്ര തന്നെ. അടി കൊള്ളാണ്ടാ ചത്താലല്ലേ താഴോട്ട് ചത്താ മാത്രം. എന്നാ അവിടെ തന്നെ തന്നോ. എൻ്റെ ഹീലല്ലേ പറയും പോലെ. ഞാൻ വരില്ല, ഞാൻ അവിടെ തന്നെ തന്നോ. എനിക്കതാ മോളിക്ക് വരാൻ. എനിക്കൊന്നും പേട്ട മോളിക്ക് വരാൻ. നീ മാത്രം അവിടെ നിന്നോ. തൊണ്ടയ്ക്ക് എന്താ പറ്റി? അതെ വാ. ഞങ്ങൾ ജയിച്ചു. അപ്പൊ അടുത്ത റൗണ്ടിൽ ഇനി കാണാം. അടുത്ത റൗണ്ട് ഞാൻ ജയിക്കും. റൗണ്ട് 4 ഗോൾഡാണ് റൗണ്ട് 4, അയൺ റൗണ്ട് 5 ആണ്. നമുക്കിതേപോലെ നെതറായിട്ട് വരെ എത്തിച്ചാട്ടാ. ഒരുപാട് മോളത്തൊന്നും ബ്രിഡ്ജ് ചെയ്യണല്ലോ ഞാൻ. കഴിക്കണ്ട. ഞാൻ ചിക്കനല്ല മട്ടനാണ് തിന്നുന്നത്. ഞാൻ എന്ത് തിന്നാലും എനിക്ക് എന്താ കുഴപ്പം? പറ്റുന്നത്ര ശരിയില്ല. എൻ്റെ ഹീലോട്ടെ അവിടെ നോക്കട്ടെ, എന്നെ നോക്കട്ടെ. എനിക്കറിയാം നീ വരുന്നു. വരും. ലാഗ് ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ലാഗൊന്നും കാര്യമില്ല. അതെന്ത് ശരി ശരി ശരി. അപ്പോൾ ഈ കളി ഏറ്റവും കൂടുതൽ അവരാണ് ഈ വിജയ്. അപ്പോൾ അങ്ങനെ മൂന്ന് റൗണ്ടാ? ഞാൻ ജയിച്ചു. ഒരു റൗണ്ട് അവൻ ജയിച്ചു. ഇനി അടുത്തത് അയ്യാനാണ്. അയ്യാൻ്റെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ് തുടങ്ങിട്ടാ. അപ്പൊ റൗണ്ട് 4 ആയി. ഇതൊക്കെ എന്റെ ഹീലാണ്. റൗണ്ട് 4 അല്ല, റൗണ്ട് 5. റൗണ്ട് 5 ഇതൊക്കെ എന്റെ ഹീലാണ്. അത് 5 ആട്ട ഹീലാണ്. 5 ഹാർട്ട് കേട്ടാ. അത് കഴിഞ്ഞിട്ട് തണുള്ളൂ. എപ്പോഴേക്ക് പിക്കാസ് വെച്ച് പൊട്ടിക്കും. ശോഭണം.
പക്ഷെ കിട്ടും നെതറൈറ്റാണ് എനിക്ക് ഇത്തിരി അറിയുന്നത്. ഗൈസ് നെതറൈറ്റ് വികാസ് വെച്ച് നെതറൈറ്റ് ബ്ലോക്ക് പൊട്ടിയത് പാടായതുകൊണ്ട് നമ്മൾ അതിൽ എഫിഷ്യൻസി 5 ആഡ് ചെയ്യണം. ആണെന്ന് വേണ്ട, നമുക്ക് നെതറാക്കി വെച്ചാൽ പോരെ. എഫിഷ്യൻസി 5 ആഡ് ചെയ്തതിൽ കഷ്ടയുടെ പൊട്ടിക്കേ. ആര് പറഞ്ഞതാ ഈ അയൺ പിക്കാസ് വെച്ച് അയൺ ബ്ലോക്ക് പൊടിക്കുന്നതിനെക്കാട്ടും മെല്ലെ പൊട്ടിക്കും. ആ അത്ര മെല്ലായിരിക്കും. ഓക്കെ അതിന് ഡാമേജ് ഒന്നും പോയില്ലല്ലോ. ഞാനാണെങ്കിൽ താഴേക്ക് വാടാ. ഞാൻ വീട്ടിൽ നിൽക്കാം. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. വെയിറ്റ്. ഓക്കെ. ഞാൻ അടിച്ചപ്പോ നീ തെറിച്ച് പോയിട്ട് ചത്തത്. അപ്പൊ ഞങ്ങൾ അടുത്ത റൗണ്ട് കളിക്കുകയാണ്. ഈ കളി ഡയമണ്ട് റൗണ്ടാണ്. 3, 2, 1 സ്റ്റാർട്ട്. കുറച്ച് ലാഗ് ഇഷ്യൂ ഉണ്ട്. ഒരടിക്ക് അവൻ ചാവാനായിരുന്നു. ഒരു ഹോട്ടലിൽ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലേ 3, 2, 1 സ്റ്റാർട്ട്. അതിന്റെ പിക്കാസ് മാത്രമേ. അപ്പോൾ ഗൈസ് വേറെ സ്റ്റാർട്ടായി. ഇതാണ് ഫൈനൽ റൗണ്ട്. ഗൈസ് ഇതിൽ ഞാൻ ജയിച്ചാൽ പിന്നെ ഞാൻ ഇതെങ്ങനെ എത്ര പേര് പൊട്ടിക്കണം കുറേ നേരം അതുകൊണ്ട് ഞാൻ നെതറാക്കി എടുത്തു. എനിക്ക് നെതറാക്കൊക്കെ തൊട്ടാ പൊടി വേണ്ട. ഞാൻ പൊട്ടിക്കണം. അടക്കട അടിക്കാൻ പാടില്ല. അപ്പൊ നമ്മളുടെ എല്ലാ വാറും കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ PVP വിജയം ഞാൻ. ബാക്കി എല്ലാ റൗണ്ടും ഞാൻ ജയിച്ചു. അപ്പൊ PVP അത് കുറച്ച് ലാഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എൻ്റെ ബ്രദറാണ്. അപ്പോൾ ഈ കളി ഞാൻ ജയിച്ചിരിക്കുന്നു. എൻ്റെ ബ്രദർ ജയിച്ചു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. ഗൈസ് അപ്പോൾ എല്ലാവർക്കും